എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയവും ജസ്ന സലീമിൻ്റെ വിഷയം തന്നെയാണ് സംസാരിക്കാനുള്ളത്. അതായത് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് എന്താണ് ഈ ജസ്നയായിട്ടുള്ള വിഷയം എന്താണെന്നുള്ളത്. ഞാൻ വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞുതരാം. അതായത് നിങ്ങളെല്ലാവരും പറയല്ലേ, കണ്ണനെ വരക്കുന്ന മുസ്ലിം കുട്ടി, അതേത് മുസ്ലിം കുട്ടിയാണെന്ന് എനിക്കറിയില്ല, ഈ കുട്ടി എങ്ങനെയായി എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മളെ കളി ഒരു 4 വയസ്സിൻ്റെ ചെറുപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ അമ്മായി എന്നാണ് വിളിക്കാറ്. ഇവളെ അപ്പോൾ കുട്ടീന്നു. അപ്പോൾ കുട്ടികളെ എന്ത് വിളിക്കും നിങ്ങൾ? അത് ആദ്യം പറയണേ. അപ്പോൾ തുടങ്ങാല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഒരു സംശയം ചോദിച്ചെന്ന് മാത്രമല്ല. വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇവൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചു. ആര്? ഈ മുസ്ലിം കുട്ടി. അതിനുശേഷം നമ്മൾ പറയാൻ തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രതികരണം എന്താക്കി? ഓരോ ആൾക്കാരെ വീട്ടുകാരെ പറ്റിയിട്ടായി. ഓരോ ആൾക്കാരെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയാൻ തുടങ്ങി. എന്നെ പറ്റിയിട്ട്, ശ്രീലേച്ചിനെ പറ്റിയിട്ട്, ഹരിതനെ പറ്റിയിട്ട്, പ്രിയനെ പറ്റിയിട്ട്, ഷെഫീന അവരെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഉത്തര ഉണ്ണീനെ പറ്റിയിട്ട്, ശ്രീലക്ഷ്മി, ഇങ്ങനെ നീളുന്നു കണക്കുകൾ. ശ്രീലേച്ചീൻ്റെ കാമുകനെ പറ്റിയിട്ട് പറയുന്നു, ശ്രീലേച്ചിക്ക് കാമുകന്മാരുണ്ട് എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ മറ്റേ പ്രിയക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ ആണെന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം ഗുരുവായൂർ അമ്പലത്തിലെ ഈ പേക്കൂത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങ് കൂടി നിർത്തി. അതുകൊണ്ട് നമ്മളോടൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഈ ചങ്ങായിച്ചിക്ക്. വൈ? എന്തിന്? ഒരു ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളോടൊക്കെ ദേഷ്യമായി. എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് കാരണം ഇവളുടെ പല കള്ളങ്ങളും ഞങ്ങൾ പച്ചയായിട്ട് ജനങ്ങൾ മുന്നിൽ എത്തിക്കാൻ തുടങ്ങി. അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് തരുന്നു. എല്ലാ ആൾക്കാരും. ഞാൻ ഇടുന്ന വീഡിയോസിന് എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, ലസിതേച്ചി നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇമാതിരി ഉഡായിപ്പുകളെ പുറത്ത് കൊണ്ടുവരണം തന്നെയാണ് പറയുന്നത് അവർ. ഈ ഉഡായിപ്പിനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നപ്പോൾ പിന്നെ നമ്മളമ്മ മോശമായി, ഞാൻ മോശമായി, ഞാൻ രണ്ടാമത് കെട്ടിയത് ഒളിച്ചോടി വന്നവളായി, മക്കളെ നോക്കാത്തവളായി, പിന്നെ പ്രിയ ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവളായി, മക്കളില്ലാത്തവളാക്കി. ഇതൊക്കെ ആര് പറഞ്ഞു? നമ്മളെ താത്തയും ഈ താത്തയുടെ കാമുകനാന്ന് പറയുന്ന അരുണും പറഞ്ഞു തുടങ്ങി അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഞങ്ങളൊക്കെ പോകാറുണ്ട്. ഞങ്ങളെ വിശ്വാസപ്രകാരം ഞങ്ങൾ പോകാറുണ്ട്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എടുത്തില്ല. എടുക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മ ആ സമയത്ത്, ഇപ്പം അമ്മമ്മയൊന്നും ഇല്ല, ജീവനോടെ ഇല്ല. അമ്മമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഫോട്ടോ വീഡിയോസോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. മുത്തപ്പൻ്റെ കാവ് പോലെയല്ല നമ്മളെ ഗുരുവായൂർ അമ്പലം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ അതൊന്നും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വിളക്ക് മുകളിൽ വെച്ചിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ള അവർ പറയുന്ന ഒരു ഐതിഹ്യമായിരിക്കും. പക്ഷെ ഞാൻ അന്ന് മുതലേ അവർ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് നമ്മളെ വിശ്വാസമാണല്ലോ വലുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസത്തിലും ഉണ്ടാവും വലുത് അല്ലേ. പക്ഷേ ഈ രണ്ട് വിശ്വാസങ്ങളെയും തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി. അത് പറയാൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത്തിൽ കണ്ണി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഹിന്ദു ആണോ? ഹിന്ദു അല്ല. മുസ്ലിമാണോ? മുസ്ലിം അല്ല. പക്ഷേ മുസ്ലിമിൻ്റെ നമസ്കാരം, സുബഹി നമസ്കാരം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട്. പിന്നെ പേരുണ്ട് ജസ്ന സലീം. ഈ സലീം ആരാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പം ഭർത്താവാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കലല്ലേ ഇത് സംഭവം ചെയ്യുന്നത്? എൻ്റെ ചെറിയൊരു സംശയം മാത്രമാണ് കേട്ടോ. ആ സംശയത്തിന് മറുപടി നിങ്ങളാണ് തരേണ്ടത്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് മുന്നോട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും തുറന്നടിച്ച് പറയണം. കാരണം ഇവർക്ക് സപ്പോർട്ട് ജാമിത എന്ന അവളാണ്. ഞാൻ പറഞ്ഞ എന്നോട് ഇന്നലെ ഒരാൾ, അയ്യോ ജാമിത നിങ്ങളെ RSSൻ്റെ, ഞാൻ പറഞ്ഞു ജാമിത എന്ന് പറയുന്ന സ്ത്രീ RSSൻ്റെ ആരുമല്ല. ആ സ്ത്രീ വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് അങ്ങ് പോകുകയെന്നല്ലാണ്ട് ടീച്ചറാന്ന് പറയാൻ മാത്രം. ഇപ്പോൾ ആരല്ലോ തെളിയിച്ചിട്ടുണ്ട് ടീച്ചറല്ല എന്നുള്ളത്. അപ്പോൾ ആ സ്ത്രീ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ്. ഞാനൊന്നും ഇതുവരെ എന്താ പറയേണ്ടത്, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇപ്പോഴാണ് കുറച്ച് കാലങ്ങളായിട്ടാണ് ഇതുപോലെ തന്നെ ജസ്ന സലീമിൻ്റെ പേര് കേട്ട് പോലെ തന്നെ ആ സ്ത്രീയുടെ പേര് കേൾക്കാൻ തുടങ്ങിയത്.
അപ്പോൾ ഇവള് ഇന്നലെ വേറൊരു BJPനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നെ BJPയിൽ അടുപ്പിക്കുന്നില്ല. ഒരു BJPയിലെ മുതിർന്ന കാര്യകർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പേര് പറയാം ചങ്ങാച്ചിക്ക് മടിയുണ്ട്. അങ്ങനെ ഒരാളില്ല, അതാണ് സംഭവം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നത്, ആ ഒരു പേര് നിങ്ങൾ പറയണം. പിന്നെ അങ്ങനെ ഒരു പേരില്ല എന്നറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പേര് നിങ്ങൾ പറയാത്ത. നേതാവ് ഞാനൊക്കെ പേരുകൾ നിരന്തരം പറയുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ആൾക്കാർ പേരുകൾ ഞാൻ നിരന്തരം നിന്നോട് പറയുന്നുണ്ട് അല്ലേ. അപ്പം പേര് പറയാത്ത കൊയിലാണ്ട് സാസു എന്നൊന്നും പറഞ്ഞത് കാര്യമില്ല. കാരണം അതുകൊണ്ടാണല്ലോ നിനക്ക് കൂടുതൽ ദേഷ്യം പിടിച്ചത് അല്ലേ, കൊച്ചു കള്ളത്തി. ഇനിയിപ്പം ഞാനിപ്പം പാർട്ടിയിൽ ഇല്ലയെന്ന് തന്നെ വിചാരിച്ചോ, എൻ്റെ വീഡിയോ ഇതെല്ലാം നിർത്തൂല. പിന്നെ നീ പറയുന്നുണ്ടല്ലോ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ്, കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പോയിട്ട് നോക്കടി അലവലാതി. വരുമാനം നിന്നെക്കാട്ടി മുന്നേ എനിക്ക് വരാൻ തുടങ്ങിയതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളല്ല, എനിക്കൊരു ചെറിയൊരു ബിസിനസ്സും കൂടിയുണ്ട്. ആ ബിസിനസ് എന്താണെന്ന് നിന്നോടിപ്പം പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ. പക്ഷേ നമുക്ക് 100 രൂപ ഒരു ദിവസം കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. നിന്നെപ്പോലെ ഹണി ട്രാപ്പ് ചെയ്തിട്ട് ലക്ഷങ്ങളും കോടികളൊന്നും വാരി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കോവാലാട്ടാ. മനസ്സിലായനാ ചൂലേ? ബൈ.